ഈ ദിവസങ്ങളിൽ ചിലർ പ്രാർത്ഥിക്കുവാൻ, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കണം. നിങ്ങൾക്ക് വിരോധമായി ഉയരുന്ന എതിർക്കാറ്റുകളെ ശാസിച്ചു കളയുവാൻ, നിങ്ങൾക്ക് വിരോധമായി വരുന്ന അന്യായപ്പോരുകളെ ബന്ധിച്ചു കളയുവാൻ, നിങ്ങൾക്ക് വിരോധമായി വരുന്ന എതിർക്കാറ്റുകളെ അനുകൂല കാറ്റുകളായി മാറ്റുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും ചില മറുപടി ലഭിക്കുവാൻ, മാത്രമല്ല നിങ്ങളുടെ ആത്മമനുഷ്യനെ വളർത്തുവാൻ, so that your spirit man will grow. നിങ്ങളുടെ ആത്മീയ കപ്പാസിറ്റി വളരുവാൻ, so that you will improve yourself. നിങ്ങളുടെ ആത്മാവിൽ മാത്രമല്ല ജീവിതത്തിന്റെ സകല വഴികളിലും നമ്മൾ വളരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ലോർഡ്, പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എന്നെ തന്നെ ഇംപ്രൂവ് ചെയ്യുവാൻ അങ്ങയുടെ ആത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And then you start to speak in tongues, you will start to improve yourself. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ കൃപാവരങ്ങളിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ സകല വഴികളിലും, ബന്ധങ്ങളിൽ, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ അറിയാത്തവരായി, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തവരാണെങ്കിൽ, ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാത്തവരാണെങ്കിൽ, ലോർഡ് ഹെൽപ്പ് മീ ടു ഡിസിപ്ലിൻ മൈസെൽഫ്, അതിനുവേണ്ടി എന്നെ ഇംപ്രൂവ് ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് 1 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഈ വചനം സത്യമാണെങ്കിൽ he who speaks in an unknown tongue improves himself, അവനെ തന്നെ പണിതെടുക്കുകയാണ്.